മൂർധന്യാവസ്ഥയിൽ വിളഞ്ഞു നിന്നപ്പോൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പാപം അതിന്റെ മൂർധന്യാവസ്ഥയിൽ ബലം കാഴ്ച നിന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. എന്തിന് യേശു വന്നു? പാപം നിമിത്തം ഇറങ്ങി വന്നു. എന്തിനവൻ വന്നു? പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപത്തെ ജയിക്കാൻ അവൻ ഇറങ്ങി വന്നു. ആമേൻ. ഇന്ന് രാത്രി യേശു വന്നത് നിനക്ക് കാർ തരാനല്ല, യേശു വന്നത് നിനക്ക് വീട് തരാനല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന പാപചങ്ങലകളെ അറുത്തു മാറ്റാൻ. ഹല്ലേലൂയ. നിന്റെ മേൽ വ്യാപരിക്കുന്ന പാപത്തിന് ഒരു പരിഹാരം വരുത്താൻ. ലോകത്തിന് ഒരു നേർച്ചയ്ക്കും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റാതെ പോയപ്പോൾ, ആറ്റുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിന് ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയപ്പോൾ, ജയ്സൺ ബ്രദറെ പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാനാണെങ്കിൽ എനിക്കും നിനക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ലായിരുന്നടാ. ആര് പ്രവർത്തിക്കുമായിരുന്നു? പണം കൊണ്ട് അംബാനി പ്രവർത്തിക്കുമായിരുന്നു, ടാറ്റയും ബിർളയും പ്രവർത്തിക്കുമായിരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും പ്രവർത്തിക്കുമായിരുന്നു. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കോളനിയിലും കുടിലും ആമേൻ കടത്തിലും കിടക്കുന്ന നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം നീതിമാനാ, എന്റെ ദൈവം നീതിമാനാ. അവൻ അനീതിയുള്ള ന്യായാധിപതി അല്ല. ഓ, മിണ്ടുന്നില്ല. ഇന്ന് രാത്രി ദേശത്ത് വ്യാപരിക്കുന്ന പഴയ പ്രമാണങ്ങൾ പൊളിയട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന പഴയ പ്രമാണങ്ങൾ പൊളിയട്ടെ. എല്ലാ വർഷവും ജനത്തെ കൊണ്ട് ആമേൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ചിലത് ഇന്ന് രാത്രി പൊളിയട്ടെ. ആമേൻ. ഇന്ന് രാത്രി ബൈബിൾ പ്രസംഗിക്കുന്ന യാഗം എല്ലാ വർഷവും ചെയ്യുന്നതല്ല. എന്റെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, അവൻ ഒരിക്കലായി മരിച്ചു. ഹല്ലേലൂയ. അവൻ ഒരിക്കലായി മരിച്ചു, ഒരിക്കലായി ഉയർത്തി. Oh, come on. ഈ വർഷം ജയ്സൺ ചെയ്ത പാപത്തിന് വേണ്ടി 10 കാളയെ അറുക്കണമായിരുന്നെങ്കിൽ ഹല്ലേലൂയ ഏറ്റവും കുറഞ്ഞത് 1,00,000 രൂപ അവൻ മുടക്കണം. ആമേൻ. ഹല്ലേലൂയ. പൈസ ഇല്ലാത്ത, ആമേൻ, വണ്ടിയുടെ ലോൺ പോലും അടയ്ക്കാൻ പറ്റാത്ത ഇവൻ ഇവിടുന്ന് 1,00,000 രൂപ മുടക്കി അവന്റെ പാപപരിഹാര ബലി നടത്തും. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? ആമേൻ. മോനെ വാക്യെടുത്തേടാ. എല്ലാവരും പാപം ചെയ്തു. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവ തേജസ് ഇല്ലാത്തവരായി. 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലേ? വിശ്വസിക്കുന്ന എല്ലാവർക്കും, യാഗം കഴിക്കുന്ന എല്ലാവർക്കും അല്ലേ? ഉപവസിക്കുന്ന എല്ലാവർക്കും അല്ലേ? എന്ത് പറ്റി? ആ പള്ളി പോകുന്ന എല്ലാവർക്കും അല്ലേ? പറ. 10 തേങ്ങ പൊട്ടിക്കുന്ന എല്ലാവർക്കും അല്ലേ? 1000 പടക്കം പൊട്ടിക്കുന്ന എല്ലാവർക്കും അല്ലേ? ആ പുണ്യവാളനെ പ്രസാദിപ്പിക്കാൻ ഒരു ചെണ്ടമേളം നടത്തുന്നവനല്ലേ? പള്ളിപ്പെരുന്നാറിന് കമ്പം പൊട്ടിക്കുന്നവനല്ലേ? പറ. പിന്നെ ആർക്ക്? പറ ഈ രാത്രി നിന്റെ 1 രൂപ എന്റെ യേശുവിന് വേണ്ട. നിന്റെ 1 രൂപ എന്റെ യേശുവിന് വേണ്ട. ഇന്ന് രാത്രി ഏതോ ബസ്സിലെ കണ്ടക്ടർ എറിഞ്ഞു കൊടുക്കുന്ന 1 രൂപ തുട്ടിന് ക്യൂ നിൽക്കുന്ന ദാരിദ്ര്യവാസിയായ യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ധനത്തിന്റെയും മാനത്തിന്റെയും പുരാതന സമ്പത്തിന്റെയും ഉടമയായ രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭു. ആനന്ദപ്പള്ളിയും ഇടത്തിട്ടയും കൊടുമണും പത്തനംതിട്ടയും സുവിശേഷം കേട്ടില്ലെന്ന് പറയരുത്. ആമേൻ. ഇന്ന് രാത്രി ഈ സുവിശേഷം നിമിത്തം സ്വർഗം നിന്നെ ന്യായം വിധിക്കും. ആമേൻ. ഈ വചനം നിമിത്തം സ്വർഗം നിന്നെ
വായില് മോനെ കേക്കട്ടടാ, വചനത്തിലുണ്ടോന്ന് കേക്കട്ടടാ. വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള പറഞ്ഞേ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ആമേൻ. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഒരു പ്രമാണം ഇല്ലാതെ വെളിപ്പെട്ടെ. ആമേൻ. അതിന്റെ ന്യായപ്രമാണം ദൈവത്തിന്റെ നീതി ക്രൂശിൽ വെളിപ്പെട്ടത് ഒരു പ്രമാണം ഇല്ലാതെ വെളിപ്പെട്ടെ. ഇന്ന് രാത്രി യേശു കർത്താവിന്റെ അടുക്കൽ വരാൻ നിനക്കൊരു പ്രമാണവും ബാധകമല്ല. മിണ്ടുന്നില്ല. ഏതു സമയത്തും കയറി വരാം. നീ എത്ര പാപിയാണെങ്കിലും കയറി വരാം. 5 ഭർത്താവുള്ള ശമരിയ സ്ത്രീക്കും വരാം, വേശ്യാസ്ത്രീയായ മറിയത്തിനും വരാം, കുഷ്ഠരോഗിയായ ശീമോനും വരാം. ആമേൻ. അതിന്റെ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ. ഇത് കൃപയുടെ സുവിശേഷത്തിന്റെ ആളൊന്നും അല്ല റൈസൻ തോമസ്. പക്ഷെ റൈസൻ തോമസ് യേശു ക്രിസ്തുവിന്റെ ആളാണ്. ഞാൻ നിൽക്കുന്നത് കൃപയാലാണ്. പക്ഷെ ആ കൃപ പരികേട്ടത്തിന് 6-ാം അധ്യായം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നാൾ വരുത്. മിണ്ടുന്നില്ല. അടുത്ത വാക്യം പറയുമ്പോ ഇങ്ങനെ വായിക്കുന്നു. മോനെ വായിരടാ, കേക്കട്ടെ. വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ആരെ യേശു ക്രൂശിക്കപ്പെട്ടത് ആരും അറിയാതെയല്ല. എല്ലാവരും അറിയാൻ വേണ്ടി പല കോടതികളൂടെ കയറി ഇറങ്ങിയിട്ട് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ആമേൻ. അപ്പുറവും ഇപ്പുറവും കിടന്ന കള്ളനെ ഒത്തിരി കോടതിയിലൊന്നും ക്രൂശിച്ചില്ല, ഒത്തിരി കോടതിയിലൊന്നും വിധിച്ചില്ല. പക്ഷെ എന്റെ യേശുവിനെ ദേശത്തിലെ സകല കോടതിയും മാറി ഡിസ്ട്രിക്ട് കോടതി കൊണ്ടുപോയി, ഹൈക്കോടതി അപ്പീൽ തള്ളി, സുപ്രീം കോടതിയിലും അപ്പീൽ തള്ളി. ഏറ്റവും വലിയ പരമോന്നത കോടതിയിലാണ് എന്റെ യേശുവിന്റെ വിധി എഴുതിയത്. എന്തിനെന്നറിയാമോ? ഇവിടുത്തെ ലോക്കൽ കോടതിയാണ് വിധിച്ചതെങ്കിൽ ഡൽഹിയിൽ ഇരിക്കുന്നവൻ പറയും ഞാൻ അറിഞ്ഞില്ല, അമേരിക്കയിൽ ഇരിക്കുന്നവൻ പറയും ഞാൻ അറിഞ്ഞില്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാകുന്ന റോമൻ സാമ്രാജ്യമായി അവനെ വിധിച്ചത്. എന്തിന്? ഒരച്ചാച്ചനും അറിഞ്ഞില്ലെന്ന് പറയാതിരിക്കാൻ. മിണ്ടുന്നില്ല. യേശു ക്രിസ്തു മരിച്ച വിവരം ഒരുത്തനും അറിയാതിരിക്കാൻ. ഒരു കുഴിയിലല്ല അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടത്, ഒരു പർവ്വതത്തിന്റെ മുകളിൽ, ഭൂമിയുടെ ഒറ്റ മധ്യത്തിൽ 3 നാണികളിൽ അവൻ തൂങ്ങി നിൽക്കുകയാണ് പരസ്യമായി. എന്തായി ക്രൂശ് പറയുന്നത്? നിന്റെ പ്രവൃത്തി നിർത്ത്, നിന്റെ പൊട്ടാസ് പൊട്ടിപ്പിൽ നിർത്ത്, നിന്റെ പടകം പൊട്ടിയിൽ നിർത്ത്. എന്നിട്ട് ക്രൂശിക്കപ്പെട്ടവനെ നീ വിശ്വസിക്ക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒത്തിരി പ്രിയപ്പെട്ടവർ രാത്രി ഇവിടെ നിന്ന് കരയുന്നുണ്ട് പ്രിയരെ. എന്താ ഈ കരച്ചിലിന്റെ കാര്യം എന്നറിയാമോ? നിനക്ക് വേണ്ടി ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ ശക്തി. മോളെ, ഈ രാത്രി യേശു നിന്നെ ഭയങ്കരമായിട്ട് തൊടുന്നു കുഞ്ഞെ. നിന്നെ ഭയങ്കരമായിട്ട് യേശു തൊടുന്നു. ഓ, ഇന്നുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്തതും ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒന്ന്, ആ ബ്ലാക്ക് ഷോൾ നിന്റെ മേൽ ദൈവത്തിന്റെ പകരുക. നീ ആ ഇരിപ്പിലിരിക്കുമ്പോൾ തന്നെ നിന്റെ ഒരു ഭയങ്കര ദൈവസ്നേഹം നിന്റെ മേൽ അങ്ങ് ചൊരിയപ്പെടുന്നൊരു കാഴ്ച. യേശു തൊടുന്നു മോളെ, യേശു തൊടുന്നു. ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ ശക്തി, നീ പെന്തക്കോസ്തിലായിരിക്കാം, നീ ഓർത്തഡോക്സിലായിരിക്കാം, നീ കത്തോലിക്കയിലായിരിക്കാം, പക്ഷെ ഇന്ന് നീ പ്രവർത്തിച്ച് നടക്കുന്നവനാണോ? എന്നാൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നൊരു ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്താ, എങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഇന്ന് രാത്രിയിലും യേശു പരസ്യമായി ഇടത്തിട്ടേ നിൽക്കുക. നിനക്ക് വേണമെങ്കിൽ പോയി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഈ രാത്രി നിനക്ക് വിളിച്ചു പറയാം, ലോർഡ് ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ മാത്രയിൽ നാളിതുവരെ നീ ചെയ്ത സകല പാപങ്ങളും ഒരു ചാക്കിനകത്ത് കൂട്ടിക്കെട്ടി അവൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിയും. ആമേൻ. എന്നിട്ട് സ്വർഗം നിന്നെ പുതിയൊരു പേര് വിളിക്കും. നിന്റെ പ്രവൃത്തിയാലല്ല നീ നീതിമാനായത്, എന്റെ രക്തത്താൽ ഇന്ന് പകൽ മുതൽ നീ ഒരു നീതിമാനാണ്. ഓ, എന്നിട്ട് നാട്ടുകാരുടെ മുഴുവൻ പൈശാചിക കൂട്ടങ്ങളോടും അവൻ വെല്ലുവിളിച്ച് ചോദിക്കും, ദൈവം നീതീകരിച്ചവനെ കുറ്റം ചുമത്തും? ദൈവം വിശുദ്ധനെന്ന് പറഞ്ഞവനെ മിണ്ടുന്നില്ല. ചേർന്ന് ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറ. ആമേൻ. എന്തോ ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തന്മാരായ ദൂതന്മാർ ഇന്ന് രാത്രി ഈ സുവിശേഷ വചനത്തിന്റെ സാക്ഷികളായി ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം ആ രണ്ട് കരങ്ങളും ചേർത്ത് തട്ടി അല്പസമയങ്ങൾ കൂടെ വായകൾ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. കർത്താവ് രാത്രി ചിലരെ വിടുവിക്കട്ടെ. കർത്താവ് രാത്രി ചിലനെ സൗഖ്യമാകട്ടെ. കർത്താവ് രാത്രി ചിലതിനെ അത്ഭുതകരമാവണ്ണം വിടുവിക്കട്ടെ. Jesus, 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 Jesus. ഈ രാത്രി വിശ്വസിക്കുക. നീ രക്ഷിക്കപ്പെടാൻ ഒരു പള്ളിയിലും പോണ്ട. നീ രക്ഷിക്കപ്പെടാൻ ഒരു നേർച്ചയും കഴിക്കണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ കസേരയിൽ നിനക്ക് രക്ഷിക്കപ്പെടാം. ആമേൻ. മിണ്ടുന്നില്ല. സ്വത്രം പോയി. ആമേൻ. നീ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ ആ കസേരയാണ്. പ്രവൃത്തികൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല പ്രിയരെ. മിണ്ടുന്നില്ല. പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഞാൻ നീ രക്ഷപ്പെടത്തില്ലായിരുന്നു.
രാത്രി മോനെ ഭയങ്കര ഒരു പുതപ്പ് ദൈവം നിന്റെ മേലിടുന്നുണ്ട്. ഒരു വചന വെളിപ്പാടിന്റെ പുതപ്പ് സ്വർഗം നിങ്ങളുടെ മേലിട്ട് തരുന്നുണ്ട്. ഓ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രവൃത്തി ബൈബിളിനകത്ത് നോക്കി, പഴയ നിയമത്തിൻ്റെ ഒരു പ്രവൃത്തി ഞാനും നോക്കി. ശലോമോൻ ഒരു ആലയത്തിനകത്ത് യാഗം കഴിച്ചു. ശലോമോന്റെ ആലയത്തിൽ എത്ര എന്നറിയോ? 1,20,000 ആടുകൾ. എത്ര പറ്റുമോ സഹോദരി? എത്ര നിനക്ക് പറ്റിക്കാൻ? 1,20,000 ആടിനെ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി. 28,000-ലധികം കാളകൾ, എണ്ണമില്ലാത്ത മറ്റു മൃഗങ്ങൾ ഉണ്ടോ? ആ യാഗം കണ്ടുകൊണ്ട് നിന്ന ആളുകൾ പറയുക, ദൈവദാസനെ, പുരോഹിതന്മാരുടെ മുട്ടൊപ്പം രക്തത്തിൽ മുങ്ങി നിൽക്കുക. ഓ, പുരോഹിതന്മാരുടെ മുട്ടൊപ്പം രക്തത്തിൽ മുങ്ങി നിന്ന് കളിച്ച യാഗങ്ങൾക്ക് മനുഷ്യരെ രക്ഷിക്കാൻ പറ്റാതെ പോയപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ പോയപ്പോൾ ഞാൻ ഈ യാഗങ്ങളുടെ കണക്ക് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു മാടിനെയൊക്കെ വെട്ടുന്ന സഹോദരനുണ്ട്. ഞാൻ സഹോദരൻ ചോദിച്ചു, ഒരു പശുവിനെ വെട്ടിയാൽ എത്ര ലിറ്റർ രക്തം കാണും? അദ്ദേഹം പറഞ്ഞു, ഏകദേശം 9 ലിറ്റർ വരെ രക്തം ഒരു പശുവിന്റെ, നല്ല ആരോഗ്യമുള്ള ഒരു പശുവിന്റെ ശരീരത്തിൽ കാണും, ഒരു പോത്തിന്റെ ശരീരത്തിൽ കാണും. ഞാൻ ചോദിച്ചു, ആടിനെയോ? ഏകദേശം ഒരു 2.5 ലിറ്റർ കാണും. ഞാൻ എല്ലാം കൂടെ നോക്കിയിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ രക്തം ശലോമോൻ ചൊരിഞ്ഞിട്ടും വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവന്റെ പേരില്ലായിരുന്നു. മിണ്ടുന്നില്ല. ലക്ഷക്കണക്കിന് ലിറ്റർ രക്തം ഒഴിച്ചിട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവന്റെ പേര് അപ്രത്യക്ഷമായി. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര രക്തം കാണും? അദ്ദേഹം പറഞ്ഞു, 5-നും 6-നും ഇടയ്ക്ക് ലിറ്റർ രക്തം കാണും. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ലിറ്റർ രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലമരത്തിൽ ഒരുവൻ തന്റെ ശരീരത്തിലെ 6 ലിറ്റർ രക്തം കൊണ്ട് ആദം തുടങ്ങി കർത്താവിന്റെ 2ാം വരവിന് തൊട്ട് മുമ്പ് വരെ ജനിക്കുന്ന സകല കുട്ടികളുടെയും പുരുഷന്മാരുടെയും പാപത്തെ ഹിമം പോലെ കഴുകി. മിണ്ടുന്നില്ല. ഹിമം പോലെ. കുഞ്ഞാടിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. നിനക്കറിയാമോ? ഹല്ലേലൂയ. നീ കഴിച്ച മുഴുവൻ യാഗങ്ങളുടെയും രക്തം നിനക്ക് വിരോധമായി സംസാരിക്കും. ശ്രദ്ധിച്ചേ. ഇത് പഴയ നിയമത്തിനകത്ത് യാഗം കഴിക്കുന്നവൻ, ഇതൊരു യാഗമൃഗം, ഒരു കുഞ്ഞാടെന്നിരിക്കട്ടെ, ഒരു കുഞ്ഞാട്. ഇതിനു വേണ്ടി ഞാൻ അവനെ കൊണ്ടു നിർത്തി. ഇവൻ ഇഷ്ടമില്ലാതെ, ഇവന്റെ സമ്മതമില്ലാതെ ഇവൻ എനിക്ക് വേണ്ടി മരിക്കുകയാണ്. ആ രക്തം മുകളിൽ പോയി പറയുന്നൊരു പദമുണ്ട്. ദൈവമേ, എന്റെ സമ്മതമില്ലാതെയാണ് അവൻ എന്നെ കൊന്നത്. മിണ്ടുന്നില്ല. ആ രക്തം നിനക്ക് അനുകൂലമായി സംസാരിക്കത്തില്ല. എന്നാൽ നിനക്ക് അനുകൂലമായി ഒരുത്തൻ സംസാരിക്കും. ആ രക്തത്തിന്റെ പേര് അവൻ പറയും. അവന് വേണ്ടി അവൻ ആഗ്രഹിക്കാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് മരിച്ചതാ. This is what the blood of Jesus. Hallelujah. പിടികിട്ടിയില്ല. എത്ര പേർക്ക് വചനം പിടികിട്ടി? നീ കഴുത്തറത്ത് വിട്ട കോഴിയുടെ രക്തം നിനക്ക് അനുകൂലമായി സംസാരിക്കത്തില്ല. നീ കഴുത്തറത്ത് വിട്ട ആടിന്റെ രക്തം നിനക്ക് അനുകൂലമായി സംസാരിക്കത്തില്ല. കാരണം അത് നിന്റെ നിർബന്ധത്തിന് വേണ്ടി മരിച്ചതാ. പക്ഷേ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി സ്വമേധയാ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ച് നിനക്ക് അനുകൂലമായി ആ രക്തം ഈ രാത്രി ഇടത്തിട്ടയിൽ ഇറങ്ങി നിൽക്കുന്നു. മോനെ, ഈ സംഭവം നടന്നാൽ നിനക്ക് ലഭിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. റോമാലേഖനത്തിന്റെ ഒരു വാക്യം പോലും എനിക്ക് എന്നെ തൊടാൻ പറ്റിയില്ല.
കർത്താവിനെ വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിനെ കേൾക്കാൻ പറ്റും എവിടെങ്കിലുമൊക്കെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, വണ്ടർഫുൾ. ഇത്രയും നിന്റെ മേൽ സംഭവിച്ചു കഴിഞ്ഞ 5-ാം അധ്യായം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നിനക്ക് ദൈവത്തോടൊരു സമാധാനമുണ്ട്. എന്താ ഉള്ളത്? എത്ര പേർക്കൊരു സമാധാനമുണ്ട് ദൈവത്തോട്? മിണ്ടുന്നില്ല. എത്ര പേർക്ക് അസ്വസ്ഥതയുണ്ട്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോവുക. ലോകത്തിന് എടുത്തു മാറ്റാൻ വയ്യാത്തൊരു സമാധാനം. ഓ, ആ സമാധാനമുള്ള ആളുകളുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം, ഓ, ശരീരത്തിനകത്ത് മുഴുവൻ ക്യാൻസറിന്റെ മുഴകൾ ഉണ്ടെങ്കിലും അവന്റെ മുഖത്തൊരു ചിരി കാണും. മിണ്ടുന്നില്ല. കോടികളുടെ കടമുണ്ടെങ്കിലും മുമ്പിൽ നിന്നവൻ ശ്രീയേശു നാമം പാടി ആരാധിക്കും. കാരണം ആമേൻ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന്റെ ഏറ്റവും വലിയ യോഗ്യത. ഓ, 5-ാം വാക്യത്തിന് 5-ാം അധ്യായത്തിന് 2-ാം വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. ഈ സന്ദേശം ഇവിടെ നിർത്താം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. 5-ാം അധ്യായത്തിന് 2-ാം വാക്യം. 1 നിനക്ക് സമാധാനമുണ്ട്. പിന്നെ നിന്റെ കോട്ടം വരാത്തൊരു പ്രത്യാശ നിനക്കുണ്ട്. ആ പ്രത്യാശ കഷ്ടത നീ തകരുകയല്ല. അവിടെ എന്താ വായിച്ചെന്ന് വായിച്ച അച്ഛൻ്റെ ബൈബിളിൽ നോക്കടച്ച. 2-ാം വാക്യം. ഈ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അടുത്തത് അടുത്തത് അച്ഛാ, ഇതങ്ങോട്ട് വന്ന ഉടനെ നിനക്ക് വീട് കിട്ടുമെന്നല്ല. നമ്മുടെ ആൾക്കാർ സുവിശേഷത്തെ മൊത്തം പ്രസംഗിക്കത്തില്ല. നമ്മൾ അവിടെ ഇവിടെ മാത്രമേ തുടത്തുള്ളൂ. വിശ്വാസത്താൽ നീതിക്കപ്പെട്ട ഉടനെ ബെൻസ് കാർ കിട്ടുമെന്നല്ല. മിണ്ടുന്നില്ല. എന്ത് പറ്റി? വിശ്വാസത്താൽ നീതിക്കപ്പെട്ട ഉടനെ നിന്റെ മോളെ അമേരിക്ക വിടുമെന്നല്ല. വിശ്വാസത്താൽ നീതിക്കപ്പെട്ടവൻ പറയുകയാണ്, ആമേൻ, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും. മിണ്ടുന്നില്ല. എന്ത് പറ്റി എല്ലാവർക്കും? ആമേ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മനസ്സിലാവുന്നുണ്ടോ? നീതീകരിക്കപ്പെട്ടിട്ട് വീട്ടിൽ ചെല്ലുക. സഹോദരിമാരെല്ലാം കൂടെ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടൊന്നും മാറി തരത്തില്ല. ഇന്നലെ കടന്ന ബെഡിൽ തന്നെ നിങ്ങൾ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നത്. വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ട സഹോദരി, നിനക്ക് ഇന്ന് രാത്രി നിന്റെ കല്ലൂടിയനായ ഭർത്താവിനെ മാറി വേറൊരു ഭർത്താവിനെ തരത്തില്ല. അവൻ ഇന്ന് രാത്രിയിൽ മിടിക്കാൻ റെഡിയായിട്ട് അവിടെ വരും. മിണ്ടുന്നില്ല. സ്വത്രം പോയി. വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ട പാസ്റ്റർ, ആമേൻ, ആ സെക്രട്ടറി, അടുത്ത ഞായറാഴ്ചയും കുന്തം കൊണ്ട് നിനക്ക് തരാൻ നിൽക്കും. മിണ്ടുന്നില്ല. അല്ലെ, എന്തു പറ്റി? വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ടിട്ട് നീ പുറത്തോട്ടിറങ്ങുമ്പം എല്ലാവരും നീതീകരിക്കപ്പെട്ടവൻ വരുന്നു എന്ന് പറഞ്ഞ് നിന്നെ ഇങ്ങനെ കൈകൊട്ടി സ്വീകരിക്കത്തില്ല. ചിലപ്പോൾ കഷ്ടത വന്നേക്കാം. പക്ഷെ ആ കഷ്ടതയിൽ ഇന്നലെയാണെങ്കിൽ നീ തകർന്നു പോയേനെ. ഇന്നലത്തെ കഷ്ടതയിൽ നിനക്ക് നിരാശയായിരുന്നു. പക്ഷെ ഇന്നത്തെ കഷ്ടതയിൽ നിനക്ക് പ്രത്യാശയാണ്. മിണ്ടുന്നില്ല. എത്ര പേർക്ക് രാത്രി വചനം പിടികിട്ടി? ഇന്നലത്തെ കഷ്ടതയിൽ നിനക്ക് നിരാശയായിരുന്നു. പക്ഷെ ഇന്നൊരു പ്രത്യാശ. മിണ്ടുന്നില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം പിടികിട്ടി? ജെയ്സൺ ബ്രദർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കഷ്ടതയാണെങ്കിൽ ഇവൻ ഒറ്റയ്ക്ക് വഹിക്കണം. പക്ഷെ വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ടിട്ട് ഒരുത്തൻ അവന്റെ കൂടെ നിന്ന് പറയുക, മോനെ ജെയ്സ, കഷ്ടത ഇല്ലെന്നല്ല, നിന്റെ ഭാരം മുഴുവൻ എന്റെ മേലിട്ടു. ഹല്ലേലൂയ. ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം. ഗ്ലോറി. എത്ര പേർക്ക് രാത്രി വചനം പിടികിട്ടുന്നുണ്ട്? ആ കരങ്ങളെ ചേർത്ത്